കണ്ണുനീർ വാർത്തു വാർത്തുമേവുന്ന രുക്മിണിക്കുമാകം വിറച്ചിതു. അന്നേരം തന്റെ കാമം സാധിക്കും എന്നുറച്ചാൽ അന്നേരം കൃഷ്ണൻ വന്നു ഇതെന്ന് വിപ്രനും ചൊല്ലുവാൻ വന്നത് കണ്ടു. വിപ്രമുഖ ശോഭയെ കണ്ട് തന്നാങ്കിമണി കാര്യം സാധിച്ചിതെന്നോർത്തു ഉള്ളിൽ ബോധിപ്പാൻ ചോദിച്ചപ്പോൾ വിപ്രനും പറഞ്ഞിട്ടു സാധിച്ചു പോലും കൃഷ്ണൻ വന്നിതാ വാർത്തയിടുന്നു. രാമനും സൈന്യങ്ങളും ഇതാ വാർത്തയിടുന്നു. കാമിനി മണിമൗലേ ഖേദിച്ചിടുക വേണ്ട, നിന്നെയും കൈക്കൊണ്ട് പോയിടുവനെന്നു കൃഷ്ണൻ എന്നോട് സത്യം ചെയ്ത് ചൊല്ലിയ തന്നെ ഞാൻ പോയ കാര്യമെല്ലാം സാധ്യമായി വരുമടോ തേച്ചോരും നീയും കൃഷ്ണനും ഒരുമിച്ച് ദ്വാരകാപുരത്തിൽ വാഴുന്ന കാൺമാനായി വാരിജേഷമേ വരുന്നുണ്ടോ ഞാൻ ക്ലേശിക്കുക. ഇത്തരം ചൊല്ലി പിന്നെ കൃഷ്ണൻ ചെന്നവയെല്ലാം ചിത്തമോദത്തോടൊക്കെ പറഞ്ഞ് വിപ്രന്താനും വൃത്താന്തമെല്ലാം കേട്ടു സന്തോഷചിത്തത്തോട് വിട്ട വസ്ത്രാതിമേന്മയിലവൻ അവനു വേണ്ടോളം കൊടുത്തു. ഭൂസുരന് പോരായുന്നവയെന്നും മടു തൂകിന മൊഴി രുക്മിണി തനിക്കുള്ളിൽ കൊടുത്തതെന്നും പോരായെന്നോർത്തു സാഷ്ടാംഗമായി തുടർന്ന് നമസ്കരിച്ചിടിനാൽ വിപ്രൻ തന്നെ നല്ലൊരു മേന്മേൽ വന്നുകൂടും എന്ന് ആശീർവാദം ചൊല്ലി ഭൂസുരൻ താനും നടന്നു യഥാകാമം. ലോകേശപാദാം പുഞ്ചം ബന്ധിച്ചു വൈദർഭികം ശോകബന്ധിച്ചു പിൻകാര്യമോർത്തിരുന്നിതു. രാമകൃഷ്ണന്മാർ വന്ന വൃത്താന്തം കേട്ട നേരം സാമോദം പുറപ്പെട്ടു. ഭീഷ്മകൻ എതിരേറ്റു പൂജിച്ചങ്ങാലങ്കരിച്ചത്രയും മോദത്തോടെ രാജീവമയമായ ചിത്രമാനുപവനെ ചിത്രമായി രണ്ടു ഗൃഹം തീർപ്പിച്ച് വസിപ്പിച്ചതു. എത്രയും ജനമകത്തേറുക മൂലമായി ഉത്തമ പുരുഷനാം കൃഷ്ണൻ വന്നത് കേട്ടിട്ടു. എത്രയും സന്തോഷത്തിൽ പുരവാസികളെല്ലാം എത്രയും വേഗം വന്നു കണ്ടിരു. മുകുന്ദനെ വിസ്മയ മുഖാമ്പജം കണ്ടു മോഹിച്ചു നിന്നാർ. വല്ലഭമേർമിവൻ വൈദർഭജനയ്ക്കുന്ന വല്ലഭനെന്നാകലെ ചേർച്ചയുള്ളു നൂനം. ഈ വണ്ണമുള്ള ഇവന്റെ കാന്തയാവതിന് കേവലം തന്നെ വേണം, മറ്റാരുമുണ്ടായി ദുർഭകൻ ശിശുപാലൻ തനിക്ക് രുക്മിണിയെ നിർഭരം കൊടുക്കില്ലോ. ചേർച്ചയില്ലെന്നു ദൃഢം മുന്നം നാം നാരായണ പ്രതിബന്ധം ചെയ്ത കർമ്മമൊന്നൊന്നേ. ജഗന്മയന്തൻ പ്രധാനങ്ങളെല്ലാം ഇന്ന് ഇവൾ കാന്തൻ കൃഷ്ണനാവതനായി കൊണ്ടു ഇന്നു മാധവൻ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ഇത്തരം ഓരോതരം പ്രാർത്ഥിച്ചു പറയും ചിത്തവിസ്മയവാദ്യാഘോഷങ്ങൾ പലതരം കൂടവേ കലർനിറ കൂടി മേളിച്ചു ജനം. പാടവം ബാക്കിനില്ല ചൊല്ലുവാൻ അവയൊന്നും. അന്നേരം അന്തപുര സ്ത്രീകളും ദാസിമാരും ഒന്നിച്ചു പുറപ്പെട്ടു. രുക്മിണിയോടും കൂടി ഗൗരിയെ വന്ദിപ്പാനായി എത്രയും മേളത്തോടും സാരസനേത്രയായ രുക്മിണി തന്റെ നാല് ഭാഗത്തും നിറഞ്ഞൊരു പൗരധാരികളാലും വേഗമന്യേ നടന്നങ്ങ് പോകുന്ന നേരം കൃഷ്ണപാദമുള്ളിലേറ്റ് ഉറപ്പിച്ചു. കൃഷ്ണ കൃഷ്ണയും നാമം ജപിച്ചു. വൈദർഭിയും സംഗീതബന്ധി സ്തുതിപാഠകാരികളുടെ മംഗല മൃദുവാദ്യ മേളഘോഷങ്ങളോട് മേറിയ പൗരനാരീജനങ്ങൾ ശോഭിച്ചിട്ടങ്ങ് ഏറിയ ഭൂഷണങ്ങൾ അണിഞ്ഞു മന്ദം മന്ദം ചെന്നിതു. ഹൈമാവതി തന്നോട് ഗൃഹോപാതെ ചെന്നു ദേഹവും ശുദ്ധി വരുത്തി
അകം പുക്കാൻ സുന്ദരി തന്നെ കൊണ്ടുപോകീട വേണം എന്ന് നന്നായി നിരൂപിച്ചു കൃഷ്ണനും മുന്നേ തന്നെ ഓരോരോ ചിത്രങ്ങളടന്നു കണ്ടു ഗൗരിതൻ മൃഗാന്തത്ത് എന്നങ്ങ് പാർത്തിയിടിനാൻ ഭൂസുരസ്ത്രീജനങ്ങൾ അസംഖ്യമായി വന്നിതങ്ങ് അലങ്കാരത്തോട് പാർവതി ക്ഷേത്രേ വൃദ്ധമാരായിരുന്ന ഭൂസുര സ്ത്രീകൾ വന്ന ബദ്ധമോദേന ക്രമാരുക്മിണി തന്നെ കൊണ്ട് മന്ത്രം ഉച്ചരിപ്പിച്ചു സാദരം വന്ദിപ്പിച്ചു മന്ത്രാർത്ഥ സ്വരൂപിണിയാകിയ ഗൗരി തന്നെ രാജവർഗങ്ങൾക്കെല്ലാം ദൈവമാം കരനെയും പൂജിതമാരായും നിങ്ങളുടെ പുത്രരെയും വന്ദിച്ചു വണങ്ങുന്നേൻ ലോകനാഥമേവും നിങ്ങളുടെ പാദാംബുജം വണങ്ങിയിടുന്നേകം നന്ദനന്ദനൻ മമ കാന്തനായി വന്നിടുവാൻ ഇന്നു നിൻ കൃപ വേണമെന്നൊരു ധ്യാനത്താൽ വന്ദിച്ചു വഴിപോലെ പ്രധാനം പിന്നെ നന്നായി നമസ്കരിച്ചിരുന്നാളിത്തം ഓർത്തു അപ്പങ്ങൾ മലർ പഴപായസാദ്യങ്ങൾ കൊണ്ടും പുഷ്പമാല്യാദി ധൂപദീപങ്ങളിവകൊണ്ടും വിപ്രാവഗ്നിമാർ ഗൗരി തന്നെ പൂജിച്ചത് സുപ്രസാദാത്മാവോ തീർത്ഥവും പ്രസാദവും വൈദർഭിതനേക്ക് കൊടുത്തത് അവർക്കായി വൈദർഭിച്ച് വിത്താരത്ന വെക്കാതെ വേണ്ടുവോളം ചിത്തമോദത്തോടെ കൊടുത്തിതു അവர்களுം ചിത്തം തെളിഞ്ഞ് ഏറ്റവും ആശീർവാദവും ചെയ്തു.